11 kV പോലുള്ള ഹൈ വോൾട്ടേജ് ലൈനുകൾ പൊട്ടി വീണ ഭാഗത്തുകൂടി യാതൊരു കാരണവശാലും ഇതേ രീതിയിൽ കാലുകൾ അകത്തി നടക്കരുത്. പകരം ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലേ നടക്കാവുള്ളൂ. ചെരുപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് ശ്രദ്ധിക്കണം. ഇത്തരം ഹൈ വോൾട്ടേജ് ലൈനുകൾ പൊട്ടി വീഴുന്ന ഭാഗത്തിന് ചുറ്റും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലെയർ ഫോം ചെയ്യും. കാലുകൾ തമ്മിലുള്ള അകലം കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും, കറണ്ട് അടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അത് ഞാനൊരു പരീക്ഷണത്തിലൂടെ വ്യക്തമാക്കി തരാം. ഈ ഒരു കപ്പിനകത്ത് അല്പം വെള്ളമുണ്ട്, ഇതിലേക്ക് 9 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മനുഷ്യനാണെന്ന് വിചാരിക്കുക, ഇത് മനുഷ്യന്റെ 2 കാലുകൾ. അപ്പൊ ഈ കാലുകൾ തമ്മിലുള്ള അകലം ഇപ്പോൾ കുറവാണ്. ഇപ്പൊ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെക്കുകയാണ്. ഇപ്പൊ ഇവിടെ കാലുകൾ തമ്മിലുള്ള അകലം കുറവായിട്ടുണ്ട്. LED കത്തത്തില്ല, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ഇനിയും കാലുകൾ തമ്മിലുള്ള അകലം കൂട്ടുവാണെങ്കിൽ 2 റീജിയൻ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് വോൾട്ടേജ് കൂടുന്തോറും ഇതിന്റെ തീവ്രതയും കൂടി വരുന്നു. അതുകൊണ്ടാണ് ഹൈ വോൾട്ടേജിലൊക്കെ പണിയെടുക്കുമ്പോൾ ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ടിപ്പുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.